ഇത് 2024 നവംബർ 21 കേരള കൗമുദിക്കകത്ത് വന്ന ന്യൂസാണ്. ഇത് 2024 നവംബർ 23 മാതൃഭൂമിക്കകത്ത് വന്ന ന്യൂസാണ്. ഇത് സ്കൂളിൽ നിന്ന് തന്ന ട്രോഫിയാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹൈജ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ സ്റ്റേറ്റ് ലെവൽ ശാസ്ത്രോത്സവത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ചെറിയ വീഡിയോ ആണ്, സമയം കിട്ടിയപ്പോഴെല്ലാം ചെറുതായിട്ട് എടുത്താണ്, ഫുള്ളൊന്നുമില്ല. ഇപ്രാവശ്യത്തെ മത്സരം ആലപ്പുഴ ജില്ലയിൽ വെച്ചായിരുന്നു. ഇതായിരുന്നു ഞാനിന്നിരുന്ന ക്ലാസ്. ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ രാവിലെ ചെന്നു കുറച്ച് സ്ഥലമൊക്കെ ഒപ്പിച്ചിരുന്നു. ആലപ്പുഴയിലാണ്, ഈ സ്കൂളാണ്. എൻ്റെ കൂടെ ചേട്ടനും അമ്മയും ഉണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ മത്സരം തുടങ്ങുമ്പം സ്കൂളിലിരിക്കാൻ പറ്റത്തില്ല. അന്നേരം അവർ ഇങ്ങോട്ട് ഒരു അമ്പലത്തിലോട്ടിരുന്ന്, വെയിലൊക്കെ ആയിരുന്നു. അന്നേരം ആ അമ്പലത്തിൻ്റെ വീട് അവരെടുത്താണ്. എനിക്ക് പോകാൻ പറ്റിയില്ല. അമ്മയും മോനും കൂടെ പോയി അമ്പലത്തിൻ്റെ അവിടെയാണ് ഇരുന്നത്. നല്ല അമ്പലമാണല്ലേ. ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് അമ്മയും മോനും ഇവിടെയാണ് ഇരുന്നത്. മത്സരമൊക്കെ കഴിഞ്ഞ് അമ്മയും ചേട്ടനും വന്ന് ജഡ്ജസൊക്കെ മാർക്കിട്ടിട്ട് പോയി. അതിനുശേഷം എടുത്ത വീഡിയോ ആണിത്. മൈക്കിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വീട്ടിലേക്കകത്തെല്ലാം സൗണ്ട് കാണും. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള മത്സര ഇനങ്ങളൊക്കെ കാണാൻ പോയി. ഇതില്ല കുക്കിങ്ങിൻ്റെ അവിടെയാണ്. നല്ല തിരക്കുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്രയും തിരക്ക്. വേറെ എല്ലാവരും എടുത്തു വെച്ച് പോകാൻ തുടങ്ങിയിരുന്നു. സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. പക്ഷേ ഈ കുക്കിങ്ങിൻ്റെ ഇവിടെ നല്ല തിരക്കായിരുന്നു. അവർക്ക് ഇതുവരെ ഞങ്ങൾ മത്സരം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടും അവർ പോയിട്ടില്ലായിരുന്നു. ഇവിടെ ഫുള്ള് തിരക്കും ഇങ്ങനെ ടേസ്റ്റ് നോക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു. വേറെ എല്ലാ സ്ഥലത്തും ഇറങ്ങിപ്പോയി. അതുകൊണ്ട് എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഭയങ്കര തിരക്കുമായതുകൊണ്ടും പിന്നെ അങ്ങോട്ടൊന്നും കയറിപ്പോയി ടേസ്റ്റ് വെക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങോട്ടൊന്നും കയറാൻ പോലും പറ്റാത്ത അത്രയ്ക്കും തിരക്കായിരുന്നു. കണ്ടോ, ഫുള്ള് തിരക്കാണ് അകത്തോട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തിരക്കൊക്കെ കുറഞ്ഞു തുടങ്ങി. എന്നാലും അപ്പോഴത്തേന് അവരെല്ലാം എടുത്ത് വെച്ച് കണ്ടോ, നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഇവിടെ മാത്രമേ ഉള്ളൂ തിരക്ക്. വേറെ എല്ലായിടത്തും പിള്ളേരെ എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങിയതാണ്. അന്നേരം അവിടെ ഇരുന്നോടെ മാത്രം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അല്ലാതെ വലിയതായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇറങ്ങണമെന്നില്ല. എല്ലാം എടുത്ത് ഇറങ്ങിയതിന് ശേഷമാണ്, എല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. അപ്പോഴത്തേനും എല്ലാവരും പോയി തുടങ്ങിയായിരുന്നു. അന്നേരം നമുക്ക് കിട്ടിയ കുറച്ച് വീഡിയോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും വെളിയിൽ ഇറങ്ങിയിട്ടെടുത്ത വീഡിയോസാണ്. കിട്ടിയത് മാത്രമേ എടുത്തു. എല്ലാവരും എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ട്. എല്ലാവിടെ കാസ്റ്റിംഗാണ്. ഇത് കഴിക്കുക. പിന്നെ ചോക്ക് നിർമ്മാണം, പല കളറിലുള്ള ചോക്ക് ഒക്കെ വെച്ച് പല കളറിലുള്ള ചോക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. പല ജില്ലയിൽ നിന്ന് ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ഇത് നമ്മുടെ തടി വെച്ചുണ്ടാക്കിയത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. പലതരത്തിൽ തടി വെച്ചുണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഒന്നും ഇതേ കണ്ടോള് ഇറങ്ങി വന്നപ്പോൾ പിന്നെ വേറെ എല്ലാം എടുത്ത് വെച്ച് ആൾക്കാർ വണ്ടിക്കകത്തൊക്കെ കയറ്റി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പലതരത്തിൽ നല്ല രസമുണ്ടെല്ലാം കാണാൻ.
എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിനെക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ടാറ്റ ബൈ ബൈ, സീ യു.